കുറച്ച് വർഷം മുമ്പ് വരെ പുറത്തു നിന്നൊരാളെന്നെ കണ്ടാൽ വിചാരിക്കുന്നത് വളരെ കാം ആൻഡ് കമ്പോസ് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരാളാണെന്നാണ്. പക്ഷേ ആ ഒരു സമയത്ത് എൻ്റെ ഉള്ളിൽ പോയിക്കൊണ്ടിരുന്നത് വേറെ ഒന്നായിരുന്നു. ചെറിയൊരു മാസത്തെ ഗ്യാപ്പിൽ 2022-23 സമയത്ത് എനിക്ക് എൻ്റെ അച്ഛനെയും എൻ്റെ ബ്രദർ-ഇൻ-ലോനെയും നഷ്ടപ്പെട്ടു. ആ ഒരു രണ്ട് ട്രോമ എന്നെ ഹിറ്റ് ചെയ്തത് വളരെയധികം ഡീപ്പായിട്ടായിരുന്നു. പക്ഷെ ആ സമയത്ത് അത് ഞാൻ റിയലൈസ് ചെയ്തിട്ടില്ല. കാരണം പിന്നീട് ഞാൻ മനസ്സിലാക്കി ഞാനൊരു ഫ്രീ സ്റ്റേറ്റിലോട്ട് പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ ഒരു റിസൾട്ടായിട്ട് എനിക്ക് ഇടയ്ക്കിടയ്ക്ക് പാനിക് അറ്റാക്സും ആൻസൈറ്റിയും വരാറുണ്ടായിരുന്നു. പേടി, എന്തിനാണെന്ന് അറിയാത്തൊരു പേടി ഇടയ്ക്കിടെ വരും. അതെൻ്റെ നെർവസ് സിസ്റ്റത്തിനെയും ബോഡീനെയും വല്ലാണ്ടങ്ങ് എഫക്റ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഈ പാൽപിറ്റേഷൻ വരിക, പിന്നെ എൻ്റെ ഹെൽത്ത്, ഫിസിക്കൽ ഹെൽത്ത് പല രീതിയിലും എഫക്റ്റ് ചെയ്യാൻ തുടങ്ങുക. അപ്പോൾ ഞാൻ തീരുമാനിച്ചു എന്തെങ്കിലുമൊക്കെ ചെയ്തേ പറ്റൂ. കാരണം ഞാൻ തന്നെ എന്നെ ഹെൽപ്പ് ചെയ്തിട്ടില്ലെങ്കിൽ ബുദ്ധിമുട്ടാണ്. സോ അങ്ങനെ ഇരിക്കുകയാണ്. ആ സമയത്ത് ഞാൻ കുറേ ടെക്നിക്സ് പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ എനിക്ക് വളരെയധികം ബെനിഫിഷ്യലായിട്ട് തോന്നിയ 3 ടെക്നിക്സാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. അത് ഏത് ടെക്നിക്സ് ആണെങ്കിലും നിങ്ങൾക്ക് അത് ഇപ്പം തന്നെ ഇന്ന് തന്നെ അത് അപ്ലൈ ചെയ്ത് അത് പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങാവുന്ന സിമ്പിൾ ബട്ട് പവർഫുൾ ടെക്നിക്സാണ്. ആ ഒരു സമയത്ത് എനിക്ക് ട്രോമ വർക്ക് എന്താണെന്നോ നെർവസ് സിസ്റ്റം റെഗുലേഷൻ, ഇന്നർ ഹീലിംഗ് എന്താണെന്നോ ഒന്നും അറിയുന്നുണ്ടായിട്ടില്ല. ഇതൊക്കെ തുടങ്ങുന്നതിന് മുമ്പ് ഉള്ള ഫേസിലത്തെ കാര്യങ്ങളാണ് ഞാൻ ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത്. സോ ഇതെല്ലാം എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ നിന്നും ഞാൻ ഷെയർ ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ബിഹൈൻഡ് സ്റ്റോറിയും കൂടെ ഞാൻ ഇതിൻ്റെ കൂടെ പറഞ്ഞു പോകാം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ റിലേറ്റ് ചെയ്യാനും അത് മനസ്സിലാക്കാനും കഴിയുമെന്ന് വിചാരിക്കുന്നു. സോ നമുക്ക് തുടങ്ങാം. നമുക്ക് സാധാരണ ആൻസൈറ്റിയും സ്ട്രെസ്സെല്ലാം വരുന്ന സമയത്ത് നമ്മൾ ഒന്നെങ്കിൽ ഫ്യൂച്ചറിനെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടേയിരിക്കും, അല്ലെങ്കിൽ പാസ്റ്റ് റൂമിനേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഇനി എന്താകും, ഇനി ഞാൻ എന്താ ചെയ്യുക, അല്ലെങ്കിൽ അത് എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു, ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ ആദ്യം ഞാൻ പറയാൻ പോകുന്ന ഈ ഒരു പ്രാക്ടീസ് മൈൻഡ്ഫുൾനെസ്സാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം പരിചിതമായിരിക്കും, വളരെയധികം കുറേ കേട്ട് നിങ്ങൾ ചിലപ്പോൾ പ്രാക്ടീസും ചെയ്യുന്നുണ്ടാവാം. ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഇങ്ങനെ ആൻസൈറ്റിയും ഒരു ടെൻഷനും ഒക്കെ വരുന്ന സമയത്ത് എൻ്റെ ബ്രീത്തിനെ ഫോക്കസ് ചെയ്യും. കൈ ഹാർട്ടിൽ വെച്ചിട്ട് എൻ്റെ ഇൻഹെയിലും എക്സ്ഹെയിലും മാത്രം ഫോക്കസ് ചെയ്യും. ജസ്റ്റ് വേറെ പല തോട്ട്സും മനസ്സിലൂടെ വരും, പക്ഷെ അത് നമുക്ക് മാറ്റാൻ പറ്റില്ല. ലെറ്റ് ഇറ്റ് ബി. ജസ്റ്റ് ഇൻഹെയിൽ ആൻഡ് എക്സ്ഹെയിൽ മാത്രം ഫോക്കസ് ചെയ്യുക. അപ്പോൾ പതുക്കെ പതുക്കെ നമ്മുടെ ശ്രദ്ധ പ്രസൻറ്റ് മൊമെൻറ്റിലോട്ട് വരും. കാരണം നമ്മുടെ ബ്രീത്തിങ് പ്രസൻറ്റ് മൊമെൻറ്റിലാണ്. അപ്പോൾ നമ്മളിങ്ങനെ കൈവച്ച് അതിൽ മാത്രം ശ്രദ്ധിച്ചൊരു 2 മിനിറ്റ് ഇരുന്നാൽ തന്നെ നമുക്ക് നമ്മുടെ മൈൻഡിനെ തിരിച്ചു പിടിച്ച് പ്രസൻറ്റിലോട്ട് കൊണ്ടുവരാനായിട്ട് സാധിക്കും. ഞാൻ ആദ്യം ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, 2022-23 ആ ഒരു ടൈം ഫ്രെയിമിൽ എനിക്ക് 2 പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ടിരുന്നു. ആദ്യം എൻ്റെ അച്ഛൻ സതീഷ് ബാബു പയ്യന്നൂർ. നിങ്ങൾക്ക് കുറച്ച് പേർക്കെങ്കിലും പരിചയം ഉണ്ടാവും. അച്ഛൻ മലയാളത്തിലെ ഫേമസ് റൈറ്ററും മീഡിയ പേഴ്സണും ടെലിവിഷൻ ഡയറക്ടറും എല്ലാമായിരുന്നു. അച്ഛൻ മരിച്ച സമയത്ത് കുറേ മാസത്തോളം ഞാനൊരു ഫ്രീ സ്റ്റേറ്റിലായിരുന്നു. കാരണം എന്താണ് നടക്കുന്നതെന്നോ വാട്ട് ഈസ് ഹാപ്പനിങ് അറൗണ്ട് എന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. എനിക്ക് കരയാനും പറ്റുന്നുണ്ടായിരുന്നില്ല. എൻ്റെ ഇമോഷൻസൊക്കെ ഫ്രീസായ സ്റ്റേറ്റിലായിരുന്നു. അത് പിന്നീട് ട്രോമ വർക്കൊക്കെ ചെയ്തപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. അച്ഛൻ്റെ ഒരു വേർപാട് കഴിഞ്ഞ് കുറച്ച് മാസം കഴിഞ്ഞപ്പോൾ എൻ്റെ ബ്രദർ-ഇൻ-ലോയും പോയി. അപ്പോൾ ഒരു ഡബിൾ ട്രോമ വന്നൊരു അവസ്ഥയായിരുന്നു. സോ 2 ട്രോമയും കൂടെ കഴിഞ്ഞ് ഒരുമിച്ച് വന്ന സമയത്ത് ആ ഒരു സ്റ്റേജിൽ തന്നെ ഞാൻ ഒരുപാട് ടെക്നിക്സ് എന്നെ തന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പഠിക്കുന്നുണ്ടായിരുന്നു. ഒന്ന് ആണ് EFT ടാപ്പിംഗ്, പിന്നെ NLP, പിന്നെ എനർജി ഹീലിംഗ്. അങ്ങനെ ഒരുപാട് മൊഡാലിറ്റീസ് ഞാൻ ആ ഒരു ടൈം ഫ്രെയിമിലാണ് പഠിച്ചത്.
സോ രണ്ടാമത്തെ ടെക്നിക്ക് ഞാൻ ഇന്ന് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാൻ പോകുന്നത് EFT ടാപ്പിംഗ് ആണ്. കാരണം ആ ഒരു സമയത്ത് എനിക്ക് ഇടയ്ക്കിടെ പാനിക് അറ്റാക്സ് ഉണ്ടാവാറുണ്ട്, ആൻസൈറ്റി വന്നിട്ട് എന്ത് ചെയ്യണമെന്ന് അറിയാത്ത ഒരു അവസ്ഥ വരാറുണ്ട്. സോ ഐ സ്റ്റിൽ റിമെമ്പർ ഒരു ദിവസം കിച്ചണിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് എന്തോ ടെൻഷൻ കയറി പാനിക് അറ്റാക്ക് വന്നു. അപ്പോൾ തന്നെ ഞാൻ EFT ടാപ്പിംഗ് ജസ്റ്റ് ചെയ്തു തുടങ്ങി. അപ്പോൾ എനിക്ക് പെട്ടെന്ന് ജസ്റ്റ് 5 മിനിറ്റ്സിനുള്ളിൽ കാം ആൻഡ് കമ്പോസ്ഡായിട്ട് തിരിച്ചൊന്ന് റിലാക്സ് ആവാനായിട്ട് സാധിച്ചു. സോ EFT ടാപ്പിംഗ് എന്താണ്? EFT ഈസ് ഇമോഷണൽ ഫ്രീഡം ടെക്നിക്ക്. ഇമോഷൻസിനെ ഫ്രീ ചെയ്യാനുള്ള ടെക്നിക്കാണ്. അത് നമ്മുടെ ബ്രെയിനിൽ അമിഗ്ഡാല എന്നുള്ളൊരു പാർട്ടുണ്ട്, അതിലോട്ടാണ് സിഗ്നൽ പാസ്സാവുന്നത്. നമ്മൾ ഒരുപാട് ടാപ്പിംഗ് പോയിൻറ്റ്സ് ഉണ്ട്. സോ ആ ടാപ്പിംഗ് പോയിൻറ്റ്സിലൂടെ നമുക്ക് എന്താണോ ഇമോഷൻസ് ഫീൽ ചെയ്യുന്നത് അത് പറഞ്ഞ് നമ്മൾ ബോഡിയിൽ നിന്നും ആ ഇമോഷൻസിനെ റിലീസ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് EFT ടാപ്പിംഗ്. EFT റിലീസിങ് മാത്രമല്ല ഹെൽപ്പ് ചെയ്യുന്നത്, അത് നമ്മുടെ ബോഡീനെ റീകാലിബ്രേറ്റ് ചെയ്ത് ഒരു ന്യൂ സ്റ്റോറി ക്രിയേറ്റ് ചെയ്യാൻ, നമുക്ക് എന്താണോ വേണ്ടത് അതിലോട്ട് നമ്മളെ കൊണ്ടുവരാനും ഹെൽപ്പ് ചെയ്യും. സോ EFT ഫോർ ആൻസൈറ്റീൻ്റെ ഒരു വീഡിയോ ഞാൻ കുറച്ച് നാൾ മുമ്പ് എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ മുകളിൽ കൊടുത്തേക്കാം. സോ നിങ്ങൾക്ക് ഏത് ഇമോഷൻസിനാണെങ്കിലും ഏത് ഫിയറിനെയാണെങ്കിലും ഈവൻ മണി ട്രോമയാണെങ്കിൽ പോലും നിങ്ങൾക്കത് വേണ്ടാത്ത ബിലീഫ്സും ഫിയേഴ്സും എല്ലാം റിലീസ് ചെയ്ത് എന്താണോ നമുക്ക് ഫീൽ ചെയ്യേണ്ടത് അത് നമ്മുടെ ബോഡിയിലൂടെ തിരിച്ചു കൊണ്ടുവരാൻ EFTയിലൂടെ പറ്റും. മൂന്നാമത്തെ പ്രാക്ടീസ് എന്ന് പറയുന്നത് ഗ്രാറ്റിറ്റ്യൂഡാണ്. സത്യം പറഞ്ഞാൽ ആ ഒരു സമയത്ത് എനിക്ക് ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യാനുള്ള മാനസികാവസ്ഥയൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ എന്നിട്ടും ഞാൻ ഒന്ന് ട്രൈ ചെയ്യാൻ വിചാരിച്ചു. കാരണം അപ്പോൾ നഷ്ടങ്ങളുടെ ഒരു നടുക്കാണ് ഇരിക്കുന്നുണ്ടായിരുന്നത്. ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ എല്ലാ ദിവസവും ഗ്രേറ്റ്ഫുൾ ആയിട്ടുള്ള ഒരു 4-5 കാര്യങ്ങൾ എഴുതി വയ്ക്കും. അത് വലിയ വലിയ കാര്യങ്ങളാവണമെന്നൊന്നുമില്ല, ജസ്റ്റ് നല്ലൊരു ഭക്ഷണമായിരിക്കും, അല്ലെങ്കിൽ നല്ല ഒരു ചൂട് ചായ കിട്ടുക, അല്ലെങ്കിൽ നന്നായിട്ട് ഉറങ്ങാൻ പറ്റുക, അല്ലെങ്കിൽ ഒരു ഫ്രണ്ടിൻ്റെ കോൾ, അല്ലെങ്കിൽ മെസ്സേജ് എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചിട്ടുള്ളൊരു മെസ്സേജ്. ഓരോ ചെറിയ ചെറിയ കാര്യങ്ങളിലും ഞാൻ ഗ്രാറ്റിറ്റ്യൂഡ് കണ്ടുപിടിക്കാൻ ശ്രമിച്ചു. അപ്പോൾ അത് എന്താ സംഭവിക്കുന്നത് വെച്ചാൽ നമ്മൾ ഇല്ലാത്തതിനെക്കുറിച്ച് വിചാരിക്കുന്നതിന് പകരം എന്താണോ ഉള്ളത് അതിനെ അക്സെപ്റ്റ് ചെയ്യാനും അക്നോളജ് ചെയ്യാനും പഠിക്കും. ലൈഫ് പെർഫെക്റ്റ് ആയതുകൊണ്ടല്ല നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് ചെയ്യുന്നത്, പക്ഷേ ഗ്രാറ്റിറ്റ്യൂഡ് ചെയ്യുമ്പോൾ നമ്മുടെ ബ്രെയിൻ പുതിയ പേഴ്സ്പെക്റ്റീവ്സ് കാണാൻ തുടങ്ങും. സോ ആ ഒരു ടൈമിൽ തന്നെ ഞാൻ യൂട്യൂബ് തുടങ്ങിയത് 2023 അപ്പോൾ ഞാൻ ഗ്രാറ്റിറ്റ്യൂഡ് ചലഞ്ച് 28 ഡേയ്സിൻ്റെ ഗ്രാറ്റിറ്റ്യൂഡ് ചലഞ്ച് കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നിങ്ങൾക്ക് വേണമെങ്കിൽ റെഫർ ചെയ്ത് ഈ ഒരു 1 മന്ത് പ്രോസസ്സ് സ്വന്തം ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ഹീലിംഗ് വർക്കൊക്കെ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഞാൻ എന്നെ തന്നെ പിടിച്ചു നിർത്താൻ വേണ്ടി യൂസ് ചെയ്ത ടെക്നിക്സാണ് ഇന്ന് ഞാൻ ഷെയർ ചെയ്തത്. നിങ്ങൾക്കും ഇതിലേതെങ്കിലും ഒന്ന് കൂടുതൽ റെസണേറ്റ് ആയി തോന്നുകയാണെങ്കിൽ അത് ഇന്ന് തന്നെ ട്രൈ ചെയ്യുക. അല്ലെങ്കിൽ 3ഉം വളരെ സിമ്പിളാണ്, ഇന്ന് തന്നെ ട്രൈ ചെയ്ത് നോക്കുക. പക്ഷേ ഒരു തവണ മാത്രം ചെയ്തതുകൊണ്ട് ഇതിന് റിസൾട്ട് ഉണ്ടാവില്ല. പല തവണ ആവർത്തിച്ച് അതൊരു കൺസിസ്റ്റൻ്റായിട്ട് 1 മാസമെങ്കിലും ട്രൈ ചെയ്ത് നോക്കുമ്പോഴാണ് അതിൻ്റേതായൊരു റിസൾട്ട് പുറത്തു വരുന്നത്. ഇതിൻ്റെ കൂടെ തന്നെ പിന്നീട് ഞാൻ ഇന്നർ ചൈൽഡ് ഹീലിങ്ങും ട്രോമ വർക്കും നെർവസ് സിസ്റ്റം സേഫ്റ്റിയൊക്കെ ചെയ്തപ്പോഴാണ് എൻ്റെ ഉള്ളിൽ കിടന്നിരുന്ന സപ്രസ്ഡ് ഇമോഷൻസും ട്രിഗേഴ്സും എല്ലാം ഞാൻ പുറത്ത് കൊണ്ടുവന്ന് അതിനെ ഡീൽ ചെയ്ത് മാറ്റിയെടുത്തത് അതും കൂടെ കൊണ്ടാണ്. പക്ഷേ ഈ ഒരു സിമ്പിൾ ടെക്നിക്സ് തന്നെ ധാരാളം നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഒരു സ്റ്റെപ്പിംഗ് സ്റ്റോൺ എന്ന രീതിയിൽ ഈ 3 ടെക്നിക്സ് നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഞാനിതൊക്കെ ഷെയർ ചെയ്യുന്നത് ഒരു ബുക്കിൽ നിന്നോ അല്ലെങ്കിൽ നെറ്റിൽ നിന്ന് കിട്ടിയ ഇൻഫർമേഷൻ കൊണ്ടോ അല്ല, സ്വന്തം എക്സ്പീരിയൻസിൽ നിന്ന് ഷെയർ ചെയ്യുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഒരു കാര്യം കൂടെ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഫ്ലൈറ്റിലൊക്കെ പോകുമ്പോൾ എയർ ഹോസ്റ്റസ് പറയാറുണ്ടല്ലോ, ഫസ്റ്റ് ഒരു ഇൻസ്ട്രക്ഷൻ എന്ന രീതിയിൽ ആദ്യം നിങ്ങൾക്ക് തന്നെ മാസ്ക് കൊടുക്കുക, അത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് മാസ്ക് ഇട്ട് കൊടുക്കുക. അത് തന്നെയാണ് സെൽഫ് ഹെൽപ്പ്, അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം
മൈൻഡിനെ ഹീൽ ചെയ്യുന്ന കാര്യത്തിലും നടക്കുന്നത്. ആദ്യം നിങ്ങളെ തന്നെ ഹീൽ ചെയ്യുക, എന്നാലേ നമുക്ക് മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മുടെ എനർജീനെ വല്ലാണ്ടങ്ങ് ഡ്രെയിൻ ആവും. നമുക്ക് അങ്ങോട്ട് കൊടുക്കാനോ സപ്പോർട്ട് ചെയ്യാനോ നമ്മുടെ ഉള്ളിൽ ആ ഒരു എനർജിയും ആ ഒരു കരുത്തും ഇല്ലയെന്നുണ്ടെങ്കിൽ അത് നമുക്ക് അങ്ങോട്ടും ഷെയർ ചെയ്യാനോ നമുക്കത് ഗൈഡ് ചെയ്യാനോ പറ്റില്ല. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല, ഞാൻ ഈ പറഞ്ഞ 3 ടെക്നിക്സും മൈൻഡ്ഫുൾനെസ്, EFT ടാപ്പിംഗ്, ഗ്രാറ്റിറ്റ്യൂഡ്, ഇവ 3ഉം നമ്മുടെ പ്രശ്നങ്ങളെ പെട്ടെന്ന് അങ്ങ് ഇല്ലാതാക്കുന്നില്ല. പക്ഷേ അത് നമ്മുടെ നെർവസ് സിസ്റ്റത്തിനെ കാമാക്കി വെച്ച് സിറ്റുവേഷൻസിനെ ബെറ്ററായിട്ട് ഹാൻഡിൽ ചെയ്യാൻ വളരെയധികം ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഈ 3 ടെക്നിക്സിൽ നിങ്ങൾ ഏതാണ് ആദ്യം ട്രൈ ചെയ്യാൻ പോകുന്നതെന്ന് കമൻറ്റ് ബോക്സിലിടുക. ഇതല്ലാതെ വേറെ ടെക്നിക്സും നിങ്ങളെ തന്നെ കാം ചെയ്യാൻ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതും ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്തുള്ള ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കണ്ട. പിന്നെ ഈ 3 ടെക്നിക്സും അതുകൂടാതെ വേറെയും 1-2 മൊഡാലിറ്റീസ് ഇൻക്ലൂഡ് ചെയ്തിട്ട് ഒരു സ്റ്റാർട്ടർ കിറ്റ് എന്ന രീതിയിൽ ട്രാൻസ്ഫോർമേഷൻ സ്റ്റാർട്ടർ കിറ്റ് എന്നുള്ളൊരു പ്രോഗ്രാം ഞാൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് ഇൻസ്റ്റാഗ്രാമിൽ എനിക്ക് DM ചെയ്യുക. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. സോ മറ്റൊരു വീഡിയോയുമായി വരുന്നത് വരേക്കും ബൈ.